المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കട്ടെ. നാഫിയായ ഇൽമ പഠിക്കുവാൻ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തിഖാഫിൻ്റെ നീയത്തോടുകൂടിയിരിക്കും. സന്താന പരിപാലനം, മക്കൾ സ്വാലിഹീങ്ങളാവാൻ രക്ഷിതാക്കളാവണം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ ദുആണ് മക്കൾക്ക് വേണ്ടി. മറ്റൊന്ന്, രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും പ്രചോദനവുമാണ്. മൂന്നാമത്തത്, നമ്മളുടെ സ്വലാഹിയത്താണ്, മാതാപിതാക്കളുടെ ജീവിതം നല്ല ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ബാക്കിയുള്ള 2-3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിലൊന്ന്, മക്കളോട് നമ്മൾ ഇടപഴകേണ്ട ശൈലി, ഏത് രൂപത്തിലാണ് മക്കളോട് നമ്മൾ പെരുമാറേണ്ടത്. അതുപോലെ അവർക്ക് ഇൽമും അദബും പഠിപ്പിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകുകയും അവരെ നല്ലത് ശീലിപ്പിക്കുകയും ചെയ്യുക. ഈ 2-3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഹജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. ഉപ്പ, രക്ഷിതാവ്, ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ കാനൽ അബു യസൂനഹു അൻ നാരി ദുനിയ വബൈ യസൂനഹു അൻ നാരിൽ ആഖിറത്തി ഔല. ഏതൊരു രക്ഷിതാവും തൻ്റെ മക്കൾ അപകടത്തിലേക്ക് പോകുന്നത് ആരും ഇഷ്ടപ്പെടുകയില്ല. ഒരു തീപിടുത്തമുണ്ടായാൽ പെട്ടെന്ന് മക്കളെ നമ്മളെടുത്ത് പുറത്തേക്ക് ഓടും. ആ തീ എൻ്റെ മക്കളുടെ ശരീരത്തിലേക്ക് സ്പർശിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട്. അത് ഭൗതികമായ തീയാണ്. എങ്കിൽ അതിനേക്കാളേറെ പിതാവ്, രക്ഷിതാവ് ശ്രദ്ധ കൊടുക്കേണ്ടത് യസൂനഹു അൻ നാരിൽ ആഖിറ. ആഖിറത്തിലെ തീ ഒരിക്കലും എൻ്റെ മകളെ ടച്ച് ചെയ്യരുത്. ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരിക്കണം ദുന്യാവിലെ തീയിനേക്കാളേറെ മക്കളെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെ ശരീരത്തെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, നിങ്ങളുടെ കുടുംബം, അഹ്ല്, ഭാര്യ, മക്കളെയും നാറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. അപ്പം അതിന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുക. അത് തുടക്കം മുതൽ, ഗർഭധാരണം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഗർഭം ചുമന്ന് ഏകദേശം ഒരു 3 മാസമായി കഴിഞ്ഞാൽ, നമ്മളൊക്കെ പറയാറുണ്ട് 4-ാം മാസത്തിൽ റൂഹ് എന്ന് പറയാറുണ്ട്. അത് ഹദീസിൽ വന്നതാണ്. അവിടെ മുതൽ വയറ്റിലുള്ള കുട്ടിക്ക് ജീവൻ വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഗർഭിണികളായ നമ്മുടെ ഭാര്യമാർക്ക് നല്ല സമാധാനം നമ്മൾ കൊടുക്കണം. എല്ലാ നിലക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കത് ബാധിക്കും. ഗർഭമുള്ള സമയത്ത് അവരോട് നമ്മൾ മോശമായ നിലയ്ക്ക് പെരുമാറിയാൽ, അവരെ ടെൻഷനാക്കുന്ന സംസാരങ്ങളോ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ അത് നമ്മുടെ കുട്ടിക്കും അത് ബാധിക്കും. അത് പ്രത്യേകം പറഞ്ഞതാണ്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത്, 3 മാസമായി കഴിഞ്ഞാൽ, 4-ാം മാസത്തിൽ റൂഹുതി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് കേൾവി ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഗർഭത്തിൽ തന്നെ കുട്ടികൾക്ക് കേൾവി ഉണ്ടാകും. അതുകൊണ്ടാണ് ഖുർആനിൽ കേൾവിയും കാഴ്ചയും കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ ഇന്ന സംഅ വൽ ബസറ, ആദ്യം സംഇനെ പറയുന്നത്, കേൾവി. മഹാന്മാർ പറയുന്നു കാഴ്ച ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ കുട്ടിക്ക് കേൾവി ഉണ്ടാകും. അപ്പോൾ പ്രസവിക്കുന്നതിൻ്റെ 3-4 മാസം മുമ്പ് തന്നെ കുട്ടികൾക്ക് കേൾവി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം,
ഗർഭമുള്ള 3 മാസം കഴിഞ്ഞ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയോട് നമ്മൾ നല്ലത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഭാര്യയും സംസാരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സംസാരിക്കുന്നത് ആര് കേൾക്കുന്നുണ്ട്? കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 മാസമായി കഴിഞ്ഞാൽ ദിക്റുകളും സലാത്തുകളും നല്ല നല്ല കാര്യങ്ങളായിരിക്കണം ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്നത്. മോശമായതുണ്ടായാൽ ഗർഭത്തിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ ഒന്നത് ശ്രദ്ധിക്കാം. മറ്റൊന്ന്, പ്രസവിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, കുട്ടിക്ക് ബാങ്ക് വലത് ചെവിയിൽ വാങ്ങും, ഇടതിൽ ഇഖാമത്തും കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ അള്ളാഹുവിൻ്റെ നാമമായിരിക്കണം ഈ കുട്ടി കേൾക്കേണ്ടത്. ആത്മീയമായി ആ കുട്ടി വളരണമെങ്കിൽ, നന്നാവണമെങ്കിൽ വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ. മറ്റൊന്ന്, നമ്മൾ മധുരം കൊടുക്കാറുണ്ട്, അത് സുന്നത്താണ്. ആ മധുരം കൊടുക്കുന്നിടത്ത് മഹാന്മാർ പറഞ്ഞു, അഹ്ലുൽ ഖൈരി വസ്വലാഹ്, ഖൈറിൻ്റെ സ്വലാഹിൻ്റെ ആളുകളുടെ ഉമിനീര് മിക്സായിട്ടുള്ള മധുരമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. പ്രസവിച്ച ഉടനെ തന്നെ ശ്രദ്ധിക്കുകയാണ്, കുട്ടി നന്നാവണം എന്നാഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ 2 കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ തന്നെ നല്ലവരുമായിട്ടുള്ളൊരു കണക്ഷൻ തുടങ്ങുക. അപ്പോൾ നല്ലത് ആദ്യം കേൾപ്പിക്കുക. ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ നാമമാണ്. അപ്പോൾ അത് ആദ്യമായി കേൾപ്പിക്കുക. നല്ല ആളുകളുമായി കണക്ഷനുള്ള, നല്ല ആളുകളുടെ ഉമിനീര് കലർന്ന മധുരം, ഈത്തപ്പഴം ചവച്ചിട്ടോ തേനൊക്കെ ആയിട്ട് കുട്ടിക്ക് മധുരം കൊടുക്കുക. ഇത് പ്രത്യേകം സുന്നത്താണ്. കുട്ടി നല്ലതായി സ്വാലിഹീങ്ങളായി കുട്ടി വളരണമെങ്കിൽ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ 7ാമത്തെ വയസ്സിൽ പ്രത്യേകമായ 3 സുന്നത്തുകളുണ്ട്. ഒക്കെ വിശദമായി പറയേണ്ടതാണ്. അതിൽ ഒന്ന്, കുട്ടിക്ക് പേരിടലാണ്. അത് 7ാമത്തെ ദിവസം പ്രത്യേകമായ സുന്നത്താണ് പേരിടുക എന്നുള്ളത്. നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ മറ്റൊക്കെ പേര് കൊടുക്കുന്നുണ്ടാവും. എന്നാലും പേരിടുക എന്ന ആ ചടങ്ങ് 7ാമത്തെ ദിവസം നടത്തുക, സുന്നത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മുടി കളയുക, അഖീഖ അറക്കുക. ഈ അഖീഖ അറക്കൽ പലരും ആ വിഷയത്തിൽ ബേക്കോട്ടാണ്. അത് കുട്ടിയുടെ സ്വലാഹിന്, കുട്ടിയുടെ നന്മക്കും എല്ലാ വിഷയത്തിലും സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ കുട്ടിക്ക് നല്ല ഫലം ചെയ്യുന്ന ഒരു സംഗതിയാണ് അഖീഖ. ഒരാടിനെങ്കിലും 2 വയസ്സായ ആടിനെങ്കിലും അറുത്ത് ഒരു അഖീഖ അറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് ഞാൻ സമയത്ത് അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് അറക്കാം. 15 വയസ്സ് വരെ അതിന് സമയമുണ്ട്, രക്ഷിതാക്കളാണെങ്കിൽ. അപ്പോൾ ഇനി ഒരു കുട്ടിക്ക് ഓരോരുത്തർക്കും അറിവ് നടത്താൻ പ്രയാസമാണെങ്കിൽ മഹാന്മാർ പറഞ്ഞു, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പോത്ത് പോലത്തെ പശു പോലത്തെ ഒക്കെ ആണെങ്കിൽ 7 കുട്ടിക്ക് ഒറ്റ മൃഗം അറുത്താൽ മതി. അപ്പോൾ 15 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. ഇനി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കളെ കടപ്പാട് കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് അറക്കാം. ഇപ്പം നമുക്കൊക്കെ അറുത്തിടോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ട് അറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഖീഖ അറക്കുക സുന്നത്താണ്. നമ്മളിപ്പോൾ ഉളീഹത്തിലൊക്കെ കൂടാറുണ്ട്, ഓഹരി കൂടാറില്ല. അതേമാതിരി നമുക്ക് ഓഹരി കൂടാം. ഒരു ഓഹരി എൻ്റെ അഖീഖ അറുത്തിട്ടില്ല, ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ അറുത്തിട്ടില്ല, എന്നാൽ എൻ്റെ അഖീഖ ഞാൻ കൂടുന്ന നിലക്ക് നമ്മളെന്ത് ചെയ്യുക? ഒരു ഓഹരിയിൽ കൂടാം, ഉളീഹത്തിൻ്റെ വേറെയും കൂടാം. അപ്പോൾ അഖീഖ അറക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. പലരും ശ്രദ്ധിക്കാത്ത ഒന്നാണ്. അതൊക്കെ കുട്ടിയുടെ നന്മക്ക്, അവരെ സലാഹിയത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എവിടെ നിന്ന് തുടങ്ങാമെന്നറിയോ? ഭാര്യയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് മുതൽ തന്നെ തുടങ്ങണം, ഹലാലായിരിക്കണം. മഹാനവറുകൾ പറയുന്നു, ഫലാ യസ്തഅമിലു ഫീ ഹലാലത്തിഹി വൈറുല്ലാഹി ഇല്ലം റാത്തൻ സാലിഹത്തൻ തുദയ്യിറതൻ തഅക്കുലുൽ ഹലാൽ. ഹലാല് ഭക്ഷിക്കുന്ന ഭാര്യയുടെ പാലായിരിക്കണം കുട്ടി കുടിക്കേണ്ടത്. ഫൈനൽ ലബനൽ ഹാസില മിനൽ ഹറാമി, ഹറാമിലൂടെ ഉണ്ടായ പാലാണെങ്കിൽ ലാ ബറക്കത്ത് ഫീ, അത് ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് നല്ല ഫലം ചെയ്യും, എഫക്റ്റ് ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബി. ഹറാമിൽ നിന്ന് വളർന്നു വരുന്ന വസ്തുക്കളാണോ കൂടുതൽ കണക്ഷൻ നരകത്തിനോടാണ്. മഹാനായ ഈ ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫ് നമുക്കറിയാം, ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഇമാമുൽ ഹറമൈനി എന്നറിയപ്പെടുന്ന മഹാൻ, വലിയ പണ്ഡിതൻ. മഹാനവറുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതുപോലെ സംവാദമൊക്കെ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റെക്ക് വരാറുണ്ട്, പെട്ടെന്നൊരു സ്റ്റെക്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാകുന്നില്ല. കുറേ അന്വേഷിച്ച്, എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടാണോ
അങ്ങനെ ഉമ്മനോട് പോയിട്ട് അന്വേഷിച്ചു, ഞാൻ എന്തെങ്കിലും കുരുത്തകൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമ് ഞാൻ തിന്നിട്ടുണ്ടോ, എന്താണ് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉമ്മനോട് അന്വേഷിച്ചു. ഉമ്മ കുറേ ആലോചിച്ചിട്ടൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു തെറ്റുമോൻ ചെയ്തിട്ടില്ലല്ലോ, വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? മഹാനവറുകളുടെ ഉപ്പ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ആളാണ്. മക്കൾക്ക് ഹലാല് മാത്രം കൊടുക്കണം. അതുകൊണ്ട് ഉമ്മയോട് ഭാര്യയോട് വസിയത്ത് ചെയ്തതാണ്, നിങ്ങളുടെ പാല് മാത്രമേ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂ. ഉപ്പ കിതാബ് ബൈൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഹലാലായ വരുമാനം അത് മാത്രമേ ഭാര്യയ്ക്ക് കൊടുക്കാറുള്ളൂ. അപ്പൊ അത് ഭക്ഷിച്ചിട്ടുണ്ടാകുന്ന ഹലാലായ പാല് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട് ഉപ്പയുടെ വസിയത്താണ്. അത് ഞാൻ പാലിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അയൽവാസിയായ പെണ്ണ് കയറി വന്ന്, അപ്പോൾ കുട്ടി മോനവിടെ കിടക്കുക, ഓടി വന്ന് ആ പെണ്ണ് വന്നിട്ട് ആ കുട്ടി എടുത്തിട്ട് പാൽ കൊടുത്തു. ഇത് പിന്നെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പിന്നീട് ഉപ്പ സമയത്ത് അവിടെ ഇല്ല, ഞാനാണ് അടുക്കളയിലായിരുന്നു. പിന്നീട് ഉപ്പ കയറി വന്നപ്പോൾ ഈ സംഭവം അറിഞ്ഞ സമയത്ത് ചെറിയ പ്രായത്തിലുള്ള ഈ മോനെ രണ്ട് കാലിങ്ങനെ പിടിച്ച് തൂക്കിയിട്ട് തല കീയായി പിടിച്ചിട്ട് വായിൽ കൈയിട്ടിട്ട് ഛർദ്ദിപ്പിച്ചു. ആ പാല് ഛർദ്ദിപ്പിച്ചു. എത്ര ഛർദ്ദിച്ചാലും കുറച്ചൊരു അംശയുടെ ബാക്കി ഉണ്ടാവില്ല. ഇതല്ലാത്ത വേറൊരു സംഭവം നടന്നതായി എനിക്ക് ഓർമ്മയില്ല. മഹാനവറുകൾ പറഞ്ഞു, അത് തന്നെ. ഒരു പ്രാവശ്യം ഹലാലല്ലാത്ത ഒരു പാല് അത് ഉള്ളിൽ കടന്നത് ഛർദ്ദിച്ചൊഴിവാക്കിയിട്ടും അതിൻ്റെ അംശം അവിടെ ബാക്കിയായപ്പോൾ ആ ഹറാമായ ഒരു ചെറിയൊരു അംശം ഉള്ളിൽ കുടുങ്ങിയപ്പോൾ അതിൻ്റെ എഫക്റ്റ് നോക്കൂ നിങ്ങൾ. ആ വലിയ പണ്ഡിതനായ മഹാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റായി. അതുകൊണ്ട് നമ്മുടെ മക്കളെ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മൾ ജോലിയെടുത്ത് ഹലാലല്ലാത്ത സമ്പാദ്യം ബോസിനെ വഞ്ചിച്ചിട്ടോ കബളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ശമ്പളം അങ്ങനൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് അരി വാങ്ങി ഭക്ഷണം വാങ്ങി ഭാര്യയ്ക്ക് കൊടുത്താൽ അതിലൂടെ ഉണ്ടാകുന്നത് ഹറാമാണ്. ആ പാലാണ് കുട്ടി കുടിക്കുന്നതെങ്കിൽ കുട്ടിക്കും അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുന്ന പാല് ഹലാലാകണമെന്ന വിഷയത്തിൽ നല്ല ശ്രദ്ധ രക്ഷിതാവ് ഉണ്ടാകണമെന്ന് പ്രത്യേക മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുക. ഇനി കുട്ടികളുടെ പ്രായം പരിധി, അത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ ബാല്യകാലം അങ്ങനെ 3-4 കാലമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ 3 വയസ്സ്, ഇപ്പോൾ ഈ പാല് കൊടുക്കണ വിഷയം ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 2 വയസ്സ് വരെ നിർബന്ധമായി നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞതാണ്, വൽ വാലിദാത്തു യുർളീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 കൊല്ലം പൂർത്തിയായിട്ട് മുലപ്പാൽ കൊടുക്കണം. മുലപ്പാലാണ് അവിടെ ഏറ്റവും വലിയ ഭക്ഷണം. 6 മാസം ചുരുങ്ങിയത് 6 മാസം വരെ മുലപ്പാല് തന്നെ കൊടുക്കണം. മറ്റു ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിന് ശേഷമാണ് പിന്നെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ എന്തൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. ഏതായാലും 2 മാസം മറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും 2 കൊല്ലം ഏതായാലും മുലപ്പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വലിയ ഫലമുണ്ട്. എല്ലാ നിൽക്കുന്ന പ്രതിരോധ ശക്തി, ഇപ്പോൾ ഈ കൊറോണ മറ്റൊക്കെ വന്ന സമയത്ത് ഇതൊക്കെ നോക്കൂ നിങ്ങൾ. ഈ കുറച്ച് സമയം പാല് കൊടുക്കും, മുലപ്പാൽ കൊടുക്കും, പിന്നെ കുപ്പിയാണ്, പിന്നെ പലതും കലക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതാണ് 2 കൊല്ലം പൂർത്തിയായിട്ട് മുലപ്പാൽ കൊടുക്കണം എന്നുള്ളത്. അപ്പം അത് കുട്ടിയുടെ ആരോഗ്യത്തിന് മറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹലാലാകണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3 വയസ്സ് മുതൽ ബാല്യകാലം എന്ന് പറയും. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ബാല്യകാലം എന്നാണ് കുട്ടികളെ വിശേഷിപ്പിക്കുക. അത് തന്നെ 3 തിരിച്ചിട്ടുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള അത് ആദ്യ ബാല്യം എന്ന് പറയും. 6 വയസ്സ് മുതൽ 9 വരെ മധ്യബാല്യം എന്ന് പറയും. 9 മുതൽ 12 വയസ്സ് വരെ അന്ത്യബാല്യം എന്ന് പറയും. ഇങ്ങനെ 3 വിഭജിച്ച് അവരുടെ പ്രായവും പക്വതവും അതിനനുസരിച്ച് വേണം രക്ഷിതാക്കളുടെ പെരുമാറ്റം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവരോടുള്ള പെരുമാറ്റവും അവരെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന വിഷയത്തിൽ ഈ പ്രായപരിധി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 1-ാമത്തെ പ്രായം എടുത്തോളും. 1-ാമത്തെ പ്രായം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യബാലം എന്ന് പറയുന്നത് നമ്മൾ നഴ്സറി കാലം എന്ന് പറയും. അല്ലെ, നഴ്സറിയിലൊക്കെ ചേർത്തുന്ന ഒരു പ്രായമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയും? കുട്ടികളുടെ തലച്ചോറ് ഏകദേശം ഒരു 90% വരെ പൂർത്തിയാകുന്ന സമയമാണ് ഈ 3 വയസ്സ് മുതൽ
6 വയസ്സ് വരെയുള്ള ആദ്യബാലം എന്ന് പറയുന്ന കാലം. ഈ സമയത്ത് അവരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? അവർക്ക് അറിയാനുള്ള താല്പര്യം നല്ല കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് അവർ പലതും ഇങ്ങനെ ചോദിക്കും. അതെന്താ അപ്പ, അതെന്താ അമ്മ, ഇത് ചോദിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണം? മറുപടി പറഞ്ഞു കൊടുക്കണം. അവർക്ക് അറിയാനുള്ളൊരു ജിജ്ഞാസയാണ്, താല്പര്യം. ഈ സമയത്താണ് നമുക്കറിയാം അവർക്കൊക്കെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ വാങ്ങി കൊടുത്താൽ 2 ദിവസം നല്ല ആൾക്ക് കൊണ്ടുകൊടുക്കും, 3-ാം ദിവസം അത് പൊളിക്കും. നമ്മൾ കുറ്റം പറയും, ചിലപ്പോൾ അടിക്കും. ചെയ്യരുത്. അതെന്താണ്? കുട്ടിക്ക് അറിയണം ഇതിനുള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അതിനെ പൊളിച്ചു വെക്കുന്നത്. ഓപ്പറേഷൻ നടത്തുകയാണ്, ഇതെങ്ങനെ ഓടുന്നത്, ഇതെന്താ ഇതിൻ്റെ ഉള്ളിലുള്ളത്, അത് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് അത് അവർ പൊളിക്കുന്നത്. അപ്പോൾ അവരെ പണി അതാണ്. അവർ പൊളിക്കുക, കേടിരുത്തുക, നമ്മൾ നന്നാക്കി കൊടുക്കുക, വാങ്ങി കൊടുക്കുക. നമ്മളെ പണി അതാണ്. അപ്പോൾ ആ പ്രായത്തിൽ അവരോട് പെരുമാറുന്നത് അങ്ങനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കാണാം. മൻ കാന ലഹു സബിയ്യുൻ ഫല്യതസാബലു. ഒരാൾക്ക് കുട്ടിയുണ്ടെങ്കിൽ ഓനും കുട്ടിയായി കൊടുക്കണം എന്നാണ്. ആ പ്രായത്തിലേക്ക് നമ്മളും അവരോട് അനുസരിച്ചുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളായിരിക്കണം ആ സമയത്ത് കുട്ടിയോട് നമ്മൾ പെരുമാറേണ്ടത്. അതുപോലെ അനുകരണ കാലം കൂടിയാണിത്. നമ്മളെ കണ്ട് അനുകരിക്കും ആ പ്രായത്തിലുള്ള കുട്ടികൾ. ഉപ്പ എന്താ ചെയ്യുന്നത് അതേപോലെ ചെയ്യാൻ നോക്കും. ഉമ്മ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ 3 വയസ്സിനൊക്കെ ശേഷമുള്ള പ്രായത്തിൽ ഉമ്മ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ തക്കാളിയൊക്കെ മുറിക്കണമെങ്കിൽ കുട്ടി കത്തിയേറ്റ് വരും മുറിക്കാൻ വേണ്ടി. അതെന്താണ്? ഉമ്മ ചെയ്യണത് കണ്ടിട്ട് ചെയ്യാണ്. അനുകരണ കാലാണ്. അപ്പോൾ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ലത് മാത്രം നമ്മളിൽ നിന്ന് കാണണം, അത് അവർ അനുകരിക്കണം. അപ്പോൾ ആ പ്രായം ആ രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള തെമ്മീസിൻ്റെ പ്രായമാണ്. അപ്പോഴാണല്ലോ നമ്മൾ കുട്ടികൾക്ക് ഹിഫ്ള് വർദ്ധിച്ച് വരുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ മനപ്പാടാക്കാൻ, ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്തെല്ലാം ദിക്റുകളൊക്കെ നല്ല ഹിഫ്ളിൻ്റെ സമയമാണ് ആ പ്രായം. അപ്പോൾ അത്തരം മനപ്പാടം ഒക്കെ പ്രത്യേകം നമ്മുടെ മദ്രസ പാഠപുസ്തകമൊക്കെ ആ നിലക്കാണ്. വളരെ ശാസ്ത്രീയപരമായിട്ടാണ് നമ്മുടെ സുന്നി ബോർഡിൻ്റെ ഒക്കെ മദ്രസ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരുടെ കുട്ടികളുടെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സമയത്ത് എന്താ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇപ്പം ഏത് പ്രായമാണ്, ഇപ്പം നല്ല ഹിഫ്ള് ഉള്ള സമയമാണ്, അപ്പോൾ അതിന് പറ്റിയ ദിക്റുകളൊക്കെ മനപ്പാടാക്കാനുള്ള രൂപത്തിലാണ് നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ 9 വയസ്സ് മുതൽ പിന്നെ 12 വയസ്സ് വരെയുള്ള ആ കാലം, അത് അന്ത്യബാല്യം എന്ന് പറയും. ബാല്യകാലം അവസാനിക്കുന്ന കാലം. അവിടെ നമ്മൾ നേരത്തെ ശീലിപ്പിച്ച പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യേണ്ട ഒരു പ്രായമാണത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഒരു 9 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്തരുത്? കുളിപ്പിച്ചു കൊടുക്കരുത്. അതിന് മുമ്പ് നമ്മൾ കുളിപ്പിച്ചു കൊടുക്കണം. ചെയ്യേണ്ടതൊക്കെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണം. സ്കൂളിലേക്കൊക്കെ പോകണ സമയത്ത് ബാഗ്, പുസ്തകം, ഇതൊക്കെ അവർ കൊണ്ടുവന്നുകൊണ്ട് വലിച്ചെറിയും. നമ്മളൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കണം. അതെവിടെ ഇതെവിടെയെന്ന് ഇങ്ങനെ വിളിച്ചു. അതേ സമയത്ത് ഈ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായി ചെയ്യേണ്ട ഒരു പ്രായമാണ്. അതുകൊണ്ടാണല്ലോ നിസ്കാരം 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അടിക്കാൻ പറ്റില്ല, പറയാം. അടിക്കണ പ്രായപ്പോഴാണ് 10 വയസ്സായി കഴിഞ്ഞാൽ. അപ്പം ഈ സമയത്ത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ അവരെന്ത് ചെയ്യണം? ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കണം. ഈ പ്രായങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവരോടുള്ള നമ്മുടെ പെരുമാറ്റം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയിട്ടുള്ളത്? വളരെ കാരുണ്യത്തോടുകൂടിയും വാത്സല്യത്തോടു കൂടിയാണ് കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. ഒരിക്കൽ നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ സഹാബത്തൊക്കെ പേടിച്ചു പോയി, എന്ത് സംഭവിച്ചു? കുറേ നീണ്ടുപോയി സുജൂദ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം സഹാബത്ത് അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സുജൂദിലേക്ക് പോയ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലെ ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് എൻ്റെ കഴുത്തിൽ അങ്ങോട്ട് ഇരുന്നു. സ്കൂട്ടർമേൽ ഇരിക്കണ മാതിരി ഇരുന്നു. അപ്പം ഞാൻ അവിടെ തന്നെ സുജൂദിൽ കിടന്നെടുത്തു. എന്താ, കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ വണ്ടി ഓട്ടുക എന്നുള്ളത്. അപ്പോൾ ആ പൂതി തീരട്ടെ എന്ന് കരുതി ഞാൻ ഇരുന്നു കൊടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിസ്കാരത്തിലാണ് ഇത് ചെയ്യുന്നത്.
നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു മുസല്ല ഇട്ടിട്ട് ആ ഭാഗത്തേക്ക് കുട്ടികളെങ്ങനെ വന്നാൽ പിന്നെ ആ കുട്ടീനോട് എങ്ങനെ നമ്മൾ പെരുമാറുന്ന ശൈലി എന്ന് ആലോചിച്ചു. അപ്പൊ കുട്ടികളെ പ്രായത്തിനനുസരിച്ച് ആയിരിക്കണം അവരോടുള്ള നമ്മളെ പെരുമാറ്റം. മറ്റൊരിക്കലും ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്താ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിന്റെ ഉള്ളിലുണ്ട്, ഇങ്ങനെ കുട്ടികളായിട്ട് കളിക്കുകയാണ്. അപ്പൊ രണ്ട് സൈഡിലും ഒരു സ്ഥലത്ത് ഹസൻ റളിയല്ലാഹു അൻഹു ഇരുന്നാണ്, മറ്റേ സൈഡിൽ തോളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെ വണ്ടിയാക്കി ഇങ്ങനെ കളിക്കുകയാണ്, കൈ നിലത്ത് കുത്തിയിട്ട്. അപ്പൊ ഈ സ്വന്ന സഹാബി പറഞ്ഞു, അനീമൽ മർക്കബ്, നല്ല വണ്ടിയാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വണ്ടി മാത്രമല്ല ഡ്രൈവർമാരും ഉഷാറാണെന്ന്. ആ രൂപത്തിലാണ് കുട്ടികളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടുള്ള നമ്മുടെ പെരുമാറ്റം വളരെ കാരുണ്യ രൂപത്തിൽ വാത്സല്യത്തോടു കൂടി ആയിരിക്കണം. മഹാന്മാര് പറയുന്നുണ്ട്, ചില ആളുകൾ വീട്ടിലേക്ക് കയറി വരും. രക്ഷിതാവിനെ കുറിച്ച് പറയണം, ഇന്ന മിൻ സൂഇ ഖുലുഖിർ റജുലി, ഒരാളുടെ സ്വഭാവം മോശമാണെന്ന് ഇതിന്റെ അടയാളം എന്താണെന്നറിയും? അൻ യദ്ഖുല അലാ അഹ്ലിഹി, അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരും. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് കുട്ടികളുണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ സന്തോഷത്തിലിരിക്കണം. രക്ഷിതാവ് വാപ്പ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഫയതഫറഖൂന ഖൗഫ മിൻഹു, കുട്ടികൾ നാലാ ഭാഗത്തേക്ക് ഒറ്റ ഓട്ടം. ഖൗഫ മിൻഹു, വാപ്പനെ പിടിച്ചിട്ട്. ഇതാ വാപ്പ സൂഉൽ ഖുലുഖിന്റെ വളരെ മോശമായ സ്വഭാവമാണ് ഉപ്പ എന്നതിന്റെ അടയാളമാണ് ഉപ്പനെ കണ്ണുമ്പോൾ മക്കൾ ഓടുക എന്നുള്ളത്. പലരും പറയാറുണ്ട് വലിയ അഭിമാനത്തിൽ, ഞാനത് കയറി വന്ന എൻ്റെ പരിസരത്തൊരു കുട്ടി നിൽക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു സിംഹമാണെന്ന് അതിൻ്റെ അർത്ഥം, ഇതൊരു പാമ്പാണെന്ന്. അങ്ങനെയല്ലല്ലോ വാപ്പാവേണ്ടത്, രക്ഷിതാവേണ്ടത്. വാപ്പ വരുന്ന സമയത്ത് ഉപ്പാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കൈപിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള പെരുമാറ്റം നമ്മൾ നന്നാക്കണം. ഖൈറുൽ ആബായിലിൽ അബിനായി മല്ലം യദഉഹു തഖ്സീറുൽ ഹുഖൂഖ് എന്ന ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കളോട് വലിയ കടപ്പാട് മക്കൾക്കുണ്ട്, എന്നാൽ അതേപോലെ തന്നെ തിരിച്ചു അങ്ങോട്ടുണ്ട്. നമ്മളെ സ്വഭാവ പെരുമാറ്റം കണ്ടോ, നമ്മുടെ സ്ട്രോങ് കാരണം കൊണ്ടോ ഒരിക്കലും കുട്ടികളുടെ സ്വഭാവം മോശമായി പോയാൽ അതിൻ്റെ കുറ്റക്കാരി നമ്മൾ തന്നെ. ഉപ്പനെ പറഞ്ഞതനുസരിക്കും, ഉപ്പ പറഞ്ഞതനുസരിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ അങ്ങോട്ട് പെരുമാറേണ്ട രൂപങ്ങൾക്ക് ക്ലിയർ ആക്കണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവരോട് സംസാരിക്കുമ്പോഴും പെരുമാറാനുള്ള സമയത്തൊക്കെ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പ്രായം 12 വയസ്സ് മുതൽ ഇനി 15 വയസ്സ് വരെയുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൗമാരം എന്ന് പറയും. അവിടെയാണ് നമ്മളൊക്കെ രക്ഷിതാക്കളൊക്കെ പേടിക്കുന്ന ടൈം. മയക്കുമരുന്നിലും ലൈംഗികതയിലും മറ്റൊക്കെ പോകുന്ന ഒരു പ്രായമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തിലായിരിക്കണം അവരെ നമ്മൾ ഉപദേശിക്കുന്നതും അത്തരം വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റുന്നതും. അവരെ നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ തർബിയത്ത് ചെയ്യണം. നമ്മൾ സ്ട്രോങ്ങായി ദേഷ്യം പിടിച്ച് എപ്പോഴും അവരോട് സ്ട്രോങ്ങായ രൂപത്തിലുള്ള പെരുമാറ്റമാണെങ്കിൽ അത് വളരെ അപകടം ചെയ്യും. നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കാനും പറ്റൂല, നല്ല പറ്റ അയച്ചു വിടാനും പറ്റൂല. ഇപ്പോൾ നമ്മളെ കയ്യിലേക്ക് ഒരു പക്ഷിനെ തന്നെ, ആ പക്ഷിനെ നമ്മൾ കൂടുതൽ മുറുക്കി പിടിച്ചാൽ എന്താവും? അത് ചത്തുപോകും. എന്നാൽ പറ്റ അയച്ചു വിട്ടാലോ മാറിപ്പോകും. രണ്ടും പറ്റില്ല. ഇതുപോലെ ആയിരിക്കണം. മക്കളെ പറ്റ അയച്ചു വിട്ടാൽ തീരെ ശ്രദ്ധിക്കണില്ല, അവൻ തോന്നിയ പോലെ ജീവിച്ചോട്ടെ എന്ന നിലക്കാണെങ്കിൽ നമ്മളെ പിടുത്തത്തിൽ കുട്ടി വിട്ടുപോകും. എന്നാൽ എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് വരച്ച വരെ നിർത്തുക എന്നൊക്കെ പറയലുണ്ട് ചില ആളുകൾ. എന്നാൽ അത് അപകടം ചെയ്യിച്ചു. ഈ ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ കേട്ടില്ലേ നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചാൽ? 60 ലക്ഷത്തോളം ആളെ കൊന്ന വ്യക്തനാണല്ലോ ഹിറ്റ്ലർ. ഓൻ്റെ പിതാവ് വളർത്തിയ ശൈലി പട്ടാളച്ചിട്ടയിലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സ്ട്രോങ് ആണ്. മരത്തിൽ കെട്ടിയിട്ടൊക്കെയാണ് അവൻ അടിച്ചത്. ഇതാണ് ഉപ്പ പെരുമാറിയത്, ഉപ്പയിൽ നിന്ന് കിട്ടിയത് അതാണ്. അതുകൊണ്ട് തന്നെ അവനക്ക് വെറും അക്രമ സ്വഭാവമാണ് അവൻ ശീലിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള ധൈര്യം വരണമെങ്കിൽ അവിടെയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ മക്കളോട് നല്ല നിലക്കുള്ള പെരുമാറ്റമായിരിക്കണം. ഫിറോവിനോട് തന്നെ ദഅവത്ത് നടത്താൻ വേണ്ടി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊക്കെ അള്ളാഹു പറഞ്ഞ ശൈലി നോക്കൂ നിങ്ങൾ. ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വലിയ അഹങ്കാരിയാണ്.
അവനോട് സംസാരിക്കുന്നത് വരെ എന്തായിരിക്കണം? നല്ല മയത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. അപ്പോൾ ആ നിലക്കായിരിക്കണം അവരോട് നമ്മൾ സംസാരിക്കണം. പിന്നെ അവർക്ക് നമ്മൾ നല്ല സ്നേഹം മക്കൾക്ക് നമ്മൾ കൊടുക്കണം. നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ചുംബിക്കുന്ന വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. അപ്പോൾ ഒരു അഖ്റബിൻ ആബിസ് എന്നൊരു സഹാബിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കണം. അദ്ദേഹത്തിന് അത്ഭുതം. കാരണം അദ്ദേഹം പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഒരു കുട്ടിനെ ഞാൻ തന്നെ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. നിനക്ക് കരുണയില്ലെങ്കിൽ അള്ളാഹിന്റെ കാരുണ്യം അള്ളാഹ് നിൽക്കില്ല എന്നല്ല. മക്കളോട് നമ്മൾ പെരുമാറുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നീതി എന്ന് പറയുന്നത്. നീതി, അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട. എല്ലാ മക്കളെയും ഒരുപോലെ കാണണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള വ്യത്യാസം ഉണ്ടാകരുത്. ചെറിയ മോന് വലിയ മോന് എന്നുള്ള വ്യത്യാസം ഉണ്ടാകരുത്. എത്രത്തോളം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിനെ കണ്ടു. സഹാബിൻ്റെ അടുക്കലേക്ക് ചെറിയ മോന് വരുന്നു. അപ്പോൾ ആ സഹാബി ആ മോനെ ചുംബിച്ച് മടിയിലിരുത്തും. പിന്നെ രണ്ടാമത്തെ മകൻ വരും. രണ്ടാമത്തെ മകൻ വന്നപ്പോൾ തൊട്ടടുത്തിരുത്തി, മടിയിലിരുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ചെയ്ത തെറ്റാണ്. ഒരു മോനെ നീ ചുംബിച്ചു, മടിയിലിരുത്തി, മറ്റോത് നിന്റെ മോൻ തന്നെയല്ലേ. ആ മോനക്ക് നീ ചുംബനം കൊടുത്തില്ല, നിന്റെ മടിയിലിരുത്തില്ല. ഇത് നീതിയല്ല, ചെയ്യരുത്. മക്കളോട് നമ്മൾ പെരുമാറുന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ വരെ നീതി വേണമെന്നാണ്. കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങനെ തന്നെ. മക്കൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഒരുപോലെ കൊടുക്കണമെന്നാണ്. അതിൽ വ്യത്യാസം വരുത്തൽ കറാഹത്താണ് നാം ഫഖഹാവ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിഷയം അവരെ പഠിപ്പിക്കുന്ന വിഷയം. പഠിപ്പിക്കുന്നത്, ഇൽമ പഠിപ്പിക്കുക, അദബ് പഠിപ്പിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു രക്ഷിതാവ് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? നല്ല ഇൽമ കൊടുക്കുക, അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ആധുനിക കാലത്ത് നമുക്കറിയാം, ഭൗതികമായിട്ട് മറ്റൊക്കെ നമ്മൾ കൊടുക്കണം, അത് ആവശ്യമാണ്. എന്നാൽ ധാർമ്മികമായിട്ടുള്ള ഇൽമ, മതപരമായിട്ടുള്ള ഇൽമ, അത് വളരെ അനിവാര്യമാണ്. നമ്മളെ ഉപ്പനെ ഉപ്പയായി കാണണമെങ്കിൽ, ഉമ്മനെ ഉമ്മയായി കാണണമെങ്കിൽ ആ ഇൽമ അനിവാര്യം. നമുക്കറിയാം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഇൽമാണ് മദ്രസയിൽ നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി പഠിപ്പിക്കാൻ വേണ്ടി പലരും ഭൗതികമായ പഠനം പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് നിർത്തുന്നു, 7ാം ക്ലാസ്സിൽ നിന്ന് നിർത്തുന്നു. അത് നമുക്ക് വലിയ അഫക്റ്റ് പിന്നീട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വളരെയധികം പ്രോത്സാഹനം ആ വിഷയത്തിൽ ഇസ്ലാം നൽകിയിട്ടുണ്ട്. എത്രത്തോളം അറിയാം, നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിലുള്ള കൂലി എത്ര പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ നമ്മൾ 1000 കൊല്ലം ഇബാദത്ത് എടുക്കുന്നതിനേക്കാട്ടും വലിയ കൂലിയാണ്. നമ്മളെ മക്കൾക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു. നമ്മളേതായാലും പഠിപ്പിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ഉസ്താദുമാരെ ഏൽപ്പിക്കുകയാണ്, മദ്രസയിലോ ദർസിലൊക്കെ കൊണ്ടുപോയി ചേർത്താണ്, അത് മതി. നമ്മളെ മക്കൾക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ 1000 കൊല്ലം ഇബാദത്ത് എടുക്കുന്നതിനെക്കാട്ടും വലിയ കൂലിയാണ്. വഅൽഫി ദീനാറിൻ തസദ്ദഖ ബിഹാ അലൽ ഫുഖറ. 1000 ദീനാറ് മിസ്കീന്മാർക്ക് ഫുഖറാവിന് സദക്ക ചെയ്യുന്നതിനേക്കാളും വലിയ കൂലിയാണ് ഒരായത്ത് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ വിഷയത്തിൽ നമ്മൾ കാശ് ചെലവഴിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ പറയുന്നു. സഹാബി വര്യൻ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, മൻ അല്ലമ ഇബ്നഹു ഔ ഇബ്നതഹു, തൻ്റെ മകൻക്കോ മകൾക്കോ ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആന്റെ ഒരു അല്പഭാഗം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഫീസ് കൊടുക്കുക, അല്ലെ ഒന്തികെ വരിസംഖ്യ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കിട്ടുന്ന കൂലി നോക്കൂ നിങ്ങൾ. ഫലഹു ബി കുല്ലി ദിർഹമിൻ അതാഹു ലിൽ മുഅല്ലിമി വസ്നു ജബലി ഉഹദ്. മുഅല്ലിമിന് വേണ്ടി ഖുർആൻ പഠിപ്പിക്കാൻ, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദിന്റെ ശമ്പളത്തിലേക്ക് അല്ലെങ്കിൽ ഉസ്താദിന് വേണ്ടി നമ്മൾ ഒരു ദിർഹം കൊടുത്താൽ, മദീനയിൽ ഏറ്റവും നീളം കൂടിയ പർവ്വതമാണ് ഉഹുദ്, നമുക്കറിയാം. ആ ഉഹുദ് പർവ്വതം സമാനമായ സദക്ക ചെയ്ത കൂലി ഒരു ദിർഹമിന് കിട്ടും മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാർമ്മികമായ ഇൽമ മക്കൾക്ക് പഠിപ്പിക്കുന്ന വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തത്
ഹൈർ, നല്ല കാര്യങ്ങൾ അവർ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അത് രക്ഷിതാവ് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നേരത്തെ ഇൽമ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ആലിമീങ്ങളല്ല, നമുക്ക് ഏതായാലും ഇൽമ പഠിപ്പിക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ മക്കളെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തുന്നത്, ദീനി സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർത്തുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം, ഉസ്താദുമാർ അവിടെ പഠിപ്പിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. പഠിപ്പിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയാണ്? അത് നമ്മളെ വീട്ടിലാണ്. അപ്പം അതുകൊണ്ട് ഉമ്മയും ഉപ്പയും വളരെ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ മൂന്നാമത്തെ വിഷയമാണ് പഠിച്ച കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ശ്രദ്ധ നമ്മളെ ഉണ്ടായിരിക്കണം. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ മദ്രസയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. വലത് കൈ ഉണ്ടാവണം, ബിസ്മി ചെല്ലണം എന്നുള്ളത്. പക്ഷേ മദ്രസയിൽ നിന്ന് ഭക്ഷണം കഴിക്കണില്ലല്ലോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് തിയറിയാണ് ഉസ്താദ് കൊടുക്കുന്നത്. പ്രാക്ടീസ് എവിടെ വെച്ച് നടക്കണം? വീട്ടിൽ വെച്ച് നടക്കണം. അപ്പം അത് വീട്ടിൽ പ്രത്യേകിച്ച് നമ്മളെ ഉമ്മമാരോട് പ്രത്യേകം പറയേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ സലീമ വളരെ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. എന്തിനാണ്? ഒരുപാട് ദഅവത്ത് അതിലൂടെ നമുക്ക് നടത്താൻ കഴിയും. കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ബിസ്മി ചെല്ലാനും വലത് കൈ കൊണ്ട്, കുട്ടികൾ അന്നത്തെ പോലെ പ്രായം അങ്ങനെയാണ്, പോലെ ഇടത് കൈ കൊണ്ട് എടുക്കും, ഗ്ലാസ് പിടിക്കും, തിന്നുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അത് തിരുത്തി കൊടുത്തിട്ട് പഠിപ്പിക്കാൻ ചിലപ്പോൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രാക്ടിക്കൽ നടക്കേണ്ടത് രക്ഷിതാവിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവർക്ക് അവിടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഹദീസുകളൊക്കെ കാണാം. വലത് കൈ കൊണ്ട് കഴിക്കുമോനെ, ബിസ്മി ചെല്ലുമോനെ, അടുത്ത് നിന്ന് ഭക്ഷിക്കുമോനെ, ഇങ്ങനെ അതിൻ്റെ അദബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. നമുക്കൊന്നും കൂടെ ഈ വിഷയത്തിൽ നമ്മൾ സ്വന്തം ഫാമിലി ആയിട്ടുള്ളതാണെങ്കിൽ നല്ല സ്നേഹം വർദ്ധിക്കാനും ഇതിലൊക്കെ നല്ല ഒരു ജീവിതം നയിക്കാനും സന്തോഷകരമായ ജീവിതം കിട്ടാനും നല്ലൊരു മാർഗ്ഗമാണ് ഒറ്റ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. അത് ശീലിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഭാര്യയും മക്കളൊക്കെ ഒന്നിച്ചിരിക്കുക. അതിന് പറ്റിയ വലിയ പ്ലേറ്റ് വാങ്ങേണ്ടി വരും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? എല്ലാവരും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അത് സ്നേഹം വർദ്ധിക്കാനും പിന്നെ നമുക്ക് ഇതിൻ്റെ ആദാബുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും മക്കളായിട്ടുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കാനൊക്കെ അത് കാരണമാണ്. അപ്പോൾ ആദാബുല്ലക്കൽ, ഭക്ഷണത്തിൻ്റെ മര്യാദകൾ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അവരെങ്ങനെയെങ്കിലുമൊക്കെ പോയി മൂത്രമൊഴിച്ച് കഴുകി പോലെയല്ല, ആ അദബ് അവർ പാലിക്കുന്നുണ്ടോ ഇല്ലേ? ഇടത് കാലാണ് വെക്കുന്നത്, ചെല്ലേണ്ട ദിക്റ് ചെല്ലുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ഓരോ പ്രായത്തിലും പഠിക്കേണ്ടതൊക്കെ മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ പുസ്തകം വായിച്ച് പഠിച്ചതിൻ്റെ തിയറി ഫുള്ളതിലുണ്ടാവും. കമ്പ്യൂട്ടറിൽ എക്സാം എഴുതിയാലും അത് തന്നെയുണ്ടാവും. പക്ഷെ റോഡ് ഒന്ന് ഓട്ടി നോക്കിയാലും അറിയാം. അതാ പ്രാക്ടിക്കലാണ് ഏറ്റവും വരും. ഇപ്പം നീന്തലിനെ കുറിച്ച് പുസ്തകം വായിച്ചിട്ട് എങ്ങനെ നീന്തലിനൊക്കെ പഠിച്ചിട്ട് കുളത്തിൽ ചാടിയാൽ അത് ലാസ്റ്റും ഫസ്റ്റും ആയിരിക്കും. അത്ര പ്രാക്ടിക്കൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രാക്ടിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഭാര്യയോട് നമ്മൾ പറയാം, മക്കളെങ്ങനെ പോകണമെന്നുള്ള. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അവിടെ ഇടത് കാല് വെക്കുന്നുണ്ടോ, അല്ല ഈ ദിക്റ് ചെല്ലുന്നുണ്ടോ, തല മറക്കുന്നുണ്ടോ? അവിടെ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചെരുപ്പ് ധരിക്കുക. നമ്മളൊക്കെ ബാത്റൂമിൽ വലിയോല് ധരിക്കുന്ന ചെരുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയോല് ധരിക്കുന്ന ചെരുപ്പ് കുട്ടികൾ ധരിക്കില്ലല്ലോ. അപ്പോൾ കുട്ടികൾ ചെരുപ്പിടാതെ തന്നെ ബാത്റൂമിൽ പോയി. അത് ഫിസിക്കലായിട്ടും കേടാണ്, ആത്മീയമായിട്ടൊക്കെ കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മക്കൾക്ക് ധരിക്കാൻ പറ്റിയ ഒരു മീഡിയം സൈസ് ചെരുപ്പ് നമ്മൾ ബാത്റൂമിൽ വാങ്ങിയിട്ടാൽ ആ സുന്നത്തും കിട്ടും, എല്ലാ നിലക്കും ആരോഗ്യപരമായിട്ടൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ആ പ്രാക്ടിക്കൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അതിൽ സലീമ വളരെ പ്രധാനമായി പറയുന്നൊരു വിഷയമുണ്ട്, ലജ്ജ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഇപ്പം എങ്ങനെ, ഇപ്പം ചെറിയ പ്രായത്തിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 3 വയസ്സ് വരെ 4 വയസ്സ് വരെയൊക്കെ ജനറൽ ബോഡി ആയിട്ടായിരിക്കും കുട്ടികൾ ബാത്റൂമിൽ പോകണമെന്ന് വരുന്നത്. അത് വലിയ പ്രശ്നമില്ല, അവരവറത്ത് കാണുന്നത്. അതേ സമയത്ത് ഒരു തമ്മീസിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 5-6 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, കുട്ടികളെ നഗ്നരാക്കിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ അനുവദിക്കരുത്. അത് ഓൽക്കറിയില്ല, ഓല പ്രായതാണ്. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ഹയാഗ് നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കുട്ടി ബാത്റൂമിൽ നിന്ന് കഴിച്ചിട്ട് കുളിച്ചിട്ട് അങ്ങനെ തന്നെ ആ ഔറത്ത് കാട്ടിയിട്ട് എല്ലാ റൂമിലൂടെയും വന്നിട്ട് ഓർക്ക് മാത്രം ഇത് അറിയില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ കുട്ടി അങ്ങനെ തന്നെ വളരും. 10 വയസ്സായാലും അങ്ങനെ തന്നെ വരും.
അറിയില്ല. അപ്പോൾ ലജ്ജ പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പ്രായത്തിൽ തന്നെ നമ്മളതൊക്കെ, അതുപോലെ തന്നെ പെൺകുട്ടികളാകുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ മറ്റുള്ളവരൊക്കെ കാണാം, പ്രായം ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇനി മോനെ അങ്ങോട്ട് പോകാൻ പാടില്ല, മോളോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒക്കെ കാണുന്നതിനൊന്നും ഒരു ലെവലുമില്ല. എനിക്ക് ശറയ്യായിട്ട് ജീവിക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അവസാന കാലഘട്ടം വരുമ്പോൾ തീക്കട്ട അങ്ങനെ കയ്യിൽ പിടിച്ചാൽ എത്ര പ്രയാസമുണ്ട്, അത്ര പ്രയാസം ഉണ്ടാവും ഒരാൾക്ക് ദീനിയായിട്ട് ജീവിക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ പ്രായത്തിലും നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നേരത്തെ പഠിപ്പിക്കുന്ന പഠനത്തിൻ്റെ വിഷയം പറഞ്ഞു. മഹാനവർ ഗസാലി ഇമാം പറയാണ്, കുട്ടികളിൽ നിന്ന് നല്ല സ്വഭാവവും നല്ല പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ ഒരു ഇക്റാമ് നമ്മൾ കൊടുക്കണം, ആദരവ് കൊടുക്കുക എന്നുള്ളത്, ഒരു മെമൻറ്റോ കൊടുക്കുക, ഒരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ കുട്ടി എക്സാം കഴിഞ്ഞിട്ട് ആൻസർ ഷീറ്റായിട്ട് ഇങ്ങനെ വരികയാണ്, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, 85 മാർക്ക് കിട്ടിയിട്ടുണ്ട്, കാരണം പറയാം 100ൽ 85 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പേപ്പറുമായിട്ട് വരുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ 85 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 15 എവിടെ എന്നാ ചോദിക്കും. അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. കിട്ടിയതിന് ഒരു പ്രോത്സാഹനം, ഒരു ഇക്റാമ് അത് കൊടുക്കണം എന്നാണ് അവസാനിക്കാൻ പറയുന്നത്. എങ്കിലേ ബാക്കിയുള്ളത് ആ കിട്ടിയതിൽ നല്ലൊരു അവർക്കൊരു പ്രോത്സാഹനത്തിൻ്റെ നല്ലൊരു സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ 100 വരും. അപ്പോൾ അവരെ അഭിനന്ദിക്കുക, അവരെ നല്ല സ്വഭാവങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ അതിന് അവരെ ബഹുമാനിക്കുകയും അതിന് സമ്മാനം കൊടുക്കുകയും വേണമെന്നാണ് ഗസാലിമാ പറയുന്നത്. എന്നല്ല വയന്തഹ ബൈന അളുഹരിന്നാസ്, ജനങ്ങളിടയിൽ അവരെ നല്ലത് പറയണം. അത് എൻ്റെ മോൻ ഉഷാറാട്ടെ, പഠനത്തിൽ ഉഷാറാണ്. ഇനിയിപ്പോൾ ഈ കുറവുകളുണ്ടെങ്കിൽ പോലും മക്കളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഒരിക്കലും താത്തി പറയും. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് വെക്കുക, ചില രക്ഷിതാക്കളൊക്കെ സ്വഭാവം എന്ന് പറയും. ഇപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരും, കുടുംബത്തിലൊക്കെ ആളുകൾ വരും, മോനെ ഉഷാറല്ലേ, ഓൻ്റെ കഥ പറയണ്ട, ഉപ്പയിൽ നിന്ന് കിട്ടി, ഉമ്മയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, ഓനൊരു മൊയന്തനാണ്, ഒരു മണ്ടനാണ്, എന്നാൽ അങ്ങനെ തന്നെ. അങ്ങനെയല്ല നമ്മൾ പറയേണ്ട, ഓൻ ഉഷാറാണ്. ഒരാളെ മുമ്പിലും അതേത് കുടുംബക്കാരാണെങ്കിലും ശരി, നമ്മളെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഒരു കുറവും വേറൊരാളെ നമ്മൾ അറിയിക്കരുത്. നമ്മൾ ചർച്ച ചെയ്തിട്ട് അത് പിന്നെ പരിഹാരം കാണാനല്ലാതെ എന്ത് കുറവുള്ള കുട്ടിയാണെങ്കിലും ഒരാളെ മുമ്പിൽ അവരെ കുറവ് പറയരുത്. ഉദാഹരണം പ്രത്യേകം അത് എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളെ കളിക്കുന്ന വിഷയത്തിൽ പ്രത്യേക മഹാനവറുകൾ പറയുന്നുണ്ട്, കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം. അപ്പോൾ എംബഗി ഉദനലഹു ബഅദൽ ഇൻസിറാഫി മിനൽ കുത്താബി. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടപ്പോൾ കുട്ടികൾ കളിക്കാൻ തന്നെ സമയമില്ല അല്ലേ. ഇപ്പോൾ സ്കൂളിൽ തന്നെ പിന്നെ ട്യൂഷന് അങ്ങനെ തന്നെ പോകും. അങ്ങനല്ല ചെയ്യേണ്ടത്. അയ്യൽഅബൻ ജമീല, നല്ല നല്ല കളിയൊക്കെ കളിക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുക്കണം. ഹലാലായ കളികളായിരിക്കണം. എസ്തരീഹു ഇലൈഹി മിൻ താബിൽ മക്തബി. കാരണം സ്കൂളിൽ പോയി മദ്രസയിലൊക്കെ പോയിട്ട് കുറേ സമയം ഇരുന്ന് ക്ഷീണിച്ചിട്ടാണ് ഈ കുട്ടികൾ വരുന്നത്. ഇനിയും കുട്ടികളെ ട്യൂഷനും മറ്റൊക്കെ എടുത്തിട്ട് അവരെ ലാ യതഅബു ഫില്ലാഹി ഫഇന്ന മൻ അസ്ബി മിനൽ ലഅബി വയദ്ഹാഖു ഇല തഅല്ലുബി ദായിമ. സ്ഥിരം പഠിപ്പിക്കൽ തന്നെ ആയാൽ യുമീതു ഖൽബുഹുന, അവൻ്റെ കൽബ് മരിച്ചു പോകുന്ന. അതുകൊണ്ട് കുട്ടികൾക്കൊരു റെസ്റ്റ് കൊടുക്കണം, കളിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ കൊടുക്കണം. അതുപോലെ തന്നെ അധ്യാപകരുടെ വിഷയത്തിൽ മുഅല്ലിമീങ്ങൾ വയംബഗി ഇദാ ദറബഹുൽ മുഅല്ലിം. ഇപ്പോൾ ഉസ്താദന്മാർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ അടുക്കൽ ചിലപ്പോൾ അടി എന്താ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ കിട്ടിയാൽ തന്നെ നമ്മൾ ഒരിക്കലും ഉസ്താദിനെ കുറ്റപ്പെടുത്തി കുട്ടീനോട് എന്ത് ചെയ്യരുത്, പറയരുത്. ഒരു പേരൻസ് പറയും അങ്ങനെ നിങ്ങൾ പറഞ്ഞോ, പിന്നെ ആ കുട്ടി നന്നാവില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ നാരെ ബഹുമാനം പോയി. കാരണം ഇപ്പം എനിക്ക് സപ്പോർട്ടാണ്. ചില ആളുകൾക്ക് ചില എന്തെങ്കിലുമൊക്കെ ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ വരും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എഫക്റ്റ് ആർക്കാന്നറിയോ, നമ്മളെ മക്കളിൽ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തിന്മക്ക് സപ്പോർട്ട് ചെയ്യില്ല വേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും. വേറെ കുട്ടീൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് വരും, മറ്റവൻ്റെ റബ്ബർ എടുത്തുകൊണ്ട് വരും. അങ്ങനെ കണ്ടാൽ നമ്മൾ വളരെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് അറിയില്ല ഓരോ പ്രായം എന്താണ്. ആ രൂപത്തിൽ മക്കളെ തെർബിയത്ത് ചെയ്യുന്ന വിഷയത്തിൽ
രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ഖൽബ് അള്ളാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. നമ്മളൊക്കെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ പിന്നെ നമ്മളെ SVSൻ്റെ സാന്ത്വന വാരമാണ് 1 മുതൽ 7 വരെയുള്ള ദിവസം. നമുക്കറിയാം ഈ മാസം ജുമാഅത്തുൽ ഉഖറ മഹാനായ സുൽത്താനുൽ അള്ളാഹുവിൻ്റെ മാസമാണ്. ഇന്നലെ ആണ്ടിൻ്റെ ദിവസമായിരുന്നു. മഹാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാരുണ്യ പ്രവർത്തനം, സാന്ത്വന പ്രവർത്തനങ്ങൾ, രോഗികളെ സന്ദർശിക്കുക, പാവങ്ങളെ സഹായിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് കുഷ്ഠരോഗം പിടിച്ച് ജനങ്ങളൊക്കെ വെറുക്കുന്ന രോഗികളുടെ അടുക്കിലേക്ക് മഹാനവറുകൾ ഭക്ഷണപ്പൊതിയായിട്ട് പോകും. എന്നിട്ട് വായലിട്ട് കൊടുക്കും. അവരെ കുളിപ്പിച്ച് മുടി ചീകി ഡ്രസ്സ് അലക്കി കൊടുക്കും. ആരാ ചെയ്യുന്നത്? സുൽത്താനുൽ ആരിഫീൻ, ഔലിയ, ലോകത്ത് അറിയപ്പെട്ട ഔലിയാക്കൾപ്പെട്ട മഹാൻ. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട അഹമ്മദിന് വേണ്ടി ദ്വാരക്കണേ. അതാണ് അവരുടെയൊക്കെ. അപ്പോൾ ആ നിലക്ക് കാരുണ്യ പ്രവർത്തനത്തിന് വലിയ മാതൃകയായി നമുക്ക് കാണിച്ചു തന്ന മഹാൻ്റെ മാസത്തിലാണ് SVSൻ്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് സാന്ത്വന വാരം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് യൂണിറ്റിൻ്റെ കീഴിൽ തന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് യോഗ സന്ദർശനം അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്താൽ നമുക്ക് ചെയ്യാം. അല്ലാഹു തആല അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണത്തെ